ഭഗവാനെ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ബ്രഹ്മാദി ദേവന്മാരെങ്കിലും അവർക്ക് ശ്രീകൃഷ്ണ അവതാര സ്വരൂപം കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഏതൊരു ദേഹം കൊണ്ടാണോ മനുഷ്യലോകത്തിലുള്ള സർവരുടെയും മനസ്സിനെ ആനന്ദിപ്പിച്ചും കൊണ്ട് കീർത്തനം ചെയ്യുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തി സമസ്ത ലോകങ്ങളിലും പരത്തിയോ, ആ രൂപം കാണണമെന്നുള്ള ആഗ്രഹം നിമിത്തം ദേവന്മാർ ദ്വാരകയിലേക്ക് വന്നു. ആ ദ്വാരകയിൽ വന്ന ദേവന്മാർ കണ്ടത് പോരാ എന്ന ഭാവം നിമിത്തം തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടിയവരായിട്ട് അത്യദ്ഭുതമായ കാഴ്ചയോടുകൂടിയ ശ്രീകൃഷ്ണനെ കണ്ടു. സ്വർഗത്തിലുള്ള ഉദ്യാനത്തിൽ നിന്നും കൊണ്ടുവന്ന മാലകൾ യദുകുലത്തിൽ വെച്ച് അത്യുത്തമനായ ലോകനാഥനിൽ വർഷിച്ചുകൊണ്ട് കേൾക്കുന്നവർക്ക് അത്യാനന്ദവും അത്യദ്ഭുതവും ജനിപ്പിക്കത്തക്ക ഭംഗിയായ പദവിന്യാസങ്ങളും അർത്ഥപുഷ്ടിയുമുള്ള വാക്കുകൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിൽ 7 മുതൽ 19 വരെയുള്ള 13 ശ്ലോകങ്ങൾ. 1-ാമത്തെ ശ്ലോകം. ദേവ ഊജുഹു നതാസ്മദേ നാദപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവജോഭിഃ യച്ഛിന്യതേന്തർഹൃദി ഭാവയുക്തൈർമുമുക്ഷുഭിഃ കർമ്മമയോരുപാശാത്. ദേവന്മാർ സ്തുതിച്ചു. അല്ലയോ നാഥ, കർമ്മരൂപമായിരിക്കുന്ന ബലമായ ബന്ധത്തിൽ നിന്നും വിട്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഭക്തിയോഗനിഷ്ഠന്മാരായ ജനങ്ങളാൽ ഹൃദയമധ്യത്തിൽ ചിന്തിക്കപ്പെടുന്ന ദിവ്യമായ അങ്ങയുടെ കോമളമായ പദാരവിന്ദത്തിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ രൂപത്തെ ഭക്തിപൂർവ്വം നോക്കുന്നു. പ്രാണൻ ഇരിപ്പിടമായ ദേഹം കൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നു. മനസ്സുകൊണ്ട് ഈ മോഹന രൂപത്തെ ധ്യാനിക്കുന്നു. വാക്കുകൾ കൊണ്ട് അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. 2-ാമത്തെ ശ്ലോകം. ത്വമ്മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജാസ്യവസി ലുംബസി തദ്ഗുണസ്ഥഃ നൈതൈർഭവാനജിത കർമ്മഭിരജ്യതേ വൈ യത്സ്വേ സുഖേ വ്യവഹിതേ ബിരദോനവദ്യഃ. അല്ലയോ, ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ അസാധാരണ വൈഭവം നിമിത്തം അങ്ങ് മായയുടെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളിൽ നിയന്താവായിരുന്ന് മേൽപ്പറഞ്ഞ 3 ഗുണങ്ങളോടുകൂടിയ ആ മായയാൽ മനസ്സുകൊണ്ട് ആലോചിക്കാൻ കൂടി കഴിയാത്ത മഹതാദി പ്രപഞ്ചത്തെ സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മാവിൽ തന്നെ സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു. അങ്ങയുടെ ഈ പ്രവൃത്തി ആലോചിക്കുമ്പോൾ ഇപ്പോൾ അങ്ങ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല. ഇങ്ങനെ സൃഷ്ട്യാദി കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും യാതൊരു പുണ്യപാപങ്ങളും അങ്ങയെ സ്പർശിക്കുന്നില്ല. അവിദ്യാദി ദോഷരഹിതനായ അങ്ങ് മറവില്ലാതെയിരിക്കുന്ന ആത്മസുഖത്തിൽ അഭിരമിക്കുന്നവനായിട്ട് ഭവിക്കുന്നു. 3-ാമത്തെ ശ്ലോകം. ശുദ്ധിർനൃണാം നതു തദേഡ്യദുരാശയാനാം വിദ്യാശ്രുതാധ്യയനദാന തപക്രിയാഭിഃ സത്വാത്മനാ ഋഷഭദേ യശസി പ്രവൃദ്ധ സശ്രദ്ധയാ ശ്രവണ സംവൃതയാ യഥാ സ്യാത്. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദീനബന്ധോ, സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയവർക്ക് അങ്ങയുടെ കീർത്തി കേൾക്കുന്നതുകൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധാവിശേഷത്താൽ ഏതുവിധം ശുദ്ധി ഭവിക്കുമോ അത്ര ശുദ്ധി കർമാദികളാൽ ഉണ്ടാകയില്ല. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാകുന്നു അങ്ങ് അനേകവിധം ലീലകൾ നടത്തുന്നത്. വിദ്യ, ശ്രുതം, അധ്യയനം, ദാനം, തപസ്, യാഗം ഇവ കൊണ്ടൊന്നും വിഷയങ്ങളിൽ മനസ്സു പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ബുദ്ധി ഭാവിക്കുകയില്ല. 4-ാമത്തെ ശ്ലോകം. സ്യാനസ്തവാംഘ്രിരശുഭാശയ ധൂമകേതുഃ ക്ഷേമായയോ മുനിഭിരാർദ്രഹൃദോ ഹ്യമാനഃ യസ്സാത്വതൈ സമവിഭൂതയ ആത്മവർഭിർ വ്യൂഹേർച്ചിതഃ സവനശസ്വരതിക്രമായ. അങ്ങയുടെ ചരണകമലം ഞങ്ങളുടെ വിഷയവാസനകളെ നശിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഭവിക്കണമേ. സകല പുരുഷാർത്ഥങ്ങളെയും നൽകാൻ ശക്തിയുള്ളതുകൊണ്ടു തന്നെയാണ് സംസാരബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാർ ആ ചരണാരവിന്ദത്തെ അവരുടെ ഹൃദയകമലത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നത്. ആത്മജ്ഞാനികളായ ഭക്തന്മാർ സ്വർഗലോകത്തിനും മീതെയിരിക്കുന്ന വൈകുണ്ഠം പ്രാപിക്കാനായിക്കൊണ്ട് അങ്ങയുടെ സദൃശ്യമായ ഐശ്വര്യപ്രാപ്തിക്കായിക്കൊണ്ടും വാസുദേവാദി ചതുർവ്യൂഹത്തിൽ പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്നീ 3 സന്ധ്യകളിലും
ആ പാദാംബോജത്തെ തന്നെ പൂജിക്കുന്നു. പരമപുരുഷാർത്ഥം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും ഒരുപോലെ പൂജിക്കുന്ന അങ്ങയുടെ ശ്രീപാദപത്മം ഞങ്ങളുടെ രാഗാദിമലങ്ങൾ നശിപ്പിച്ച് അന്ധഃകരണത്തെ ശുദ്ധമാക്കി തീർക്കണമേ. 5-ാമത്തെ ശ്ലോകം. യശ്ചിന്യതേ പ്രയതപാണിഭിരധ്വരാഗ്നൗ ത്രയ്യാ നിരുക്തവിധിനേശഃ വിർഗൃഹീത്വാ അധ്യാത്മയോഗ ഉദയോഗിഭിരാത്മമായാം ജിജ്ഞാസുഭിഃ പരമഭാഗവതൈഃ പരീഷ്ടഃ. യാഗം ചെയ്യുന്ന പുരുഷന്മാർ കൈകൾ കൂപ്പിക്കൊണ്ട് ആഹവനീയാദികളായ യാഗാഗ്നികളുടെ സന്നിധാനത്തിലിരുന്ന് ഹവിസ്സെടുത്തും കൊണ്ട് യാഗബലപ്രാപ്തിക്കായി ഏതൊരു പാതാരവിന്ദത്തെ മനസ്സിൽ ചിന്തിക്കുന്നുവോ, ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചും കൊണ്ട് ഹവിസ്സെടുത്തുവോ, ആ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കണമെന്ന് നിശ്ചയിച്ചും കൊണ്ട് യമാദികൾ അഭ്യസിക്കുന്ന യോഗികൾ സ്വരൂപസുഖത്തെ മറച്ചും കൊണ്ടിരിക്കുന്ന മായയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ഏതൊരു പദത്തെ ചിന്തിക്കുന്നുവോ, ഭക്തന്മാർ ഏതൊരു പദത്തെ എപ്പോഴും പൂജിക്കുന്നുവോ, കർമ്മികൾക്കും ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ആശ്രയമായിരിക്കുന്ന ആ പാദകമലം ഞങ്ങളുടെ വിഷയവാസനകളെ സംഹരിക്കുന്ന അഗ്നിയായി ഭവിക്കണമേ. 6-ാമത്തെ ശ്ലോകം. പര്യുഷ്ടയാ തവ വിഭോ വനമാലയേയം സംസ്പർദ്ധിനി ഭഗവതി പ്രതിപത്നിവച്രീഃ യസ്സുപ്രണീതമമുയാർഹണമാതതന്നോ ഭൂയാത് സദാംഘ്രിരശുഭാശയ ധൂമകേതുഃ. സർവാംഗത്തിലും ശോഭിച്ചു കൊണ്ടിരിക്കുന്നതും ഭക്തന്മാരാൽ അർപ്പിക്കപ്പെട്ടതുമായ വനമാലയോട് ലക്ഷ്മീദേവി സപത്നിയോടെന്ന പോലെ മത്സരിക്കുന്നുവോ എന്നു തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരും ഒരേ സ്ഥലത്തിലിരിക്കുന്നു. 2 ഭാര്യമാർ ഒരാൾക്കുണ്ടായാൽ ഒരുത്തി എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മറ്റവളും ഇരിക്കാൻ ആഗ്രഹിക്കും. അതുപോലെ വനമാല ഇരിക്കുന്ന ദിക്കിൽ തന്നെ ലക്ഷ്മീദേവിയും വസിക്കുന്നു. പക്ഷേ വനമാല ഭക്തന്മാരാൽ അർച്ചിക്കപ്പെട്ടതായതുകൊണ്ട് അങ്ങയ്ക്ക് അതിപ്രീതി ആ വനമാലയിൽ തന്നെ. അതുകൊണ്ട് ലക്ഷ്മിക്ക് അല്പസ്ഥലവും വനമാലയ്ക്ക് അധിക സ്ഥലവും അനുവദിച്ചുവോ അങ്ങയെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. ഭക്തന്മാരോട് പ്രീതിയുള്ള അങ്ങയുടെ പാതാരവിന്ദം ഞങ്ങളുടെ ദുർവാസനകളെ ഭസ്മമാക്കി തീർക്കുന്ന അഗ്നിയായി ഭവിക്കണമേ. 7-ാമത്തെ ശ്ലോകം. കേതുസ്ത്രിവിക്രമയുധസ്ത്രിപദത്പതാഗോ യസ്തേ ഭയാഭയകരോ സുരദേവചമ്മോഹോ സ്വർഗായ സാധുഷു കലേഷ്വിതരായ ഭൂമൻ പാദപ്പുനാതു ഭഗവൻ ഭജതാമകം നഃ. ആരുടെ പാദം ഓരോ അടിയിൽ ഓരോ ലോകത്തെ സംഗ്രഹിക്കുന്നതായ 3 അടികളോടുകൂടിയതായി 2-ാമത്തെ അടിയിൽ സത്യലോകത്തെ പ്രാപിച്ചിട്ട് വിജയധ്വജം പോലെ അത്യുച്ചത്തിലായി 3 ലോകത്തിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയാകുന്ന കൊടിക്കൂറയോടുകൂടിയതായി അസുരസൈന്യങ്ങൾക്ക് ഭയത്തെയും ദേവസൈന്യങ്ങൾക്ക് അഭയത്തെയും ഉണ്ടാക്കി തീർക്കുന്നതായി സജ്ജനങ്ങൾക്ക് സ്വർഗത്തെയും ദുഷ്ടന്മാർക്ക് നരകത്തെയും കൊടുക്കുന്നതായി ഭവിക്കുന്നുവോ, ആ പാദം ഞങ്ങളുടെ രാഗാദിദ്വേഷങ്ങളെ ഇല്ലാതാക്കി തീർക്കണമേ. 8-ാമത്തെ ശ്ലോകം. നസ്യോദഗാ വൈ വയസ്യ വശേ ഭവന്തി ബ്രഹ്മാദയസ്തനുഭൃതോ മിഥുരർദ്ധ്യമാനാഃ കാലസ്യ തേ പ്രകൃതിപൂരുഷയോ പരസ്യ ശംനസ്തനോതു ചരണപുരുഷോത്തമസ്യ. അന്യോന്യം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാദികളായ സകല ദേവന്മാരും മൂക്കുതുളച്ചു കയറിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്ന കാളകൾ യജമാനൻ്റെ അധീനത്തിൽ ഇരിക്കുന്നതുപോലെ കാലസ്വരൂപനായും സകലരെയും ഓരോ പ്രവൃത്തികളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടും പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും വിലക്ഷണനുമായിരിക്കുന്ന അങ്ങയുടെ അധീനത്തിലിരിക്കുന്നു. അവർ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നതല്ലാതെ അവർ ഒന്നിനും സ്വതന്ത്രന്മാരല്ല. ഇങ്ങനെ സകലരെയും അവരവരുടെ വിഷയങ്ങളിലേക്ക് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷോത്തമനായ അങ്ങയുടെ ചരണം ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ. 9-ാമത്തെ ശ്ലോകം. അസ്യാസി ഹേതുരുദയസ്ഥിതി സംയമാനാമവ്യക്തജീവമഹദാമഭികാലമാഹുഃ സോയം തൃണാഭിരഖിലാപചയേ പ്രവൃത്തഃ കാലോ ഗഭീരരയ ഉത്തമപൂരുഷസ്ത്വം. ഈ കാണുന്ന ലോകത്തിൻ്റെ ഉത്പത്തിക്കും രക്ഷയ്ക്കും സംഹാരത്തിനും അങ്ങുതന്നെ ഹേതു. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി, ജീവൻ, മഹത്വത്വം ഇവയുടെ നിയന്താവ് അങ്ങാകുന്നു. മാത്രമല്ല ചാതുർമാസ്യങ്ങളാകുന്ന 3 നാഭികളോടും തടുക്കാൻ കഴിയാത്ത വേഗത്തോടും സകലതിനെയും നശിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന
കാലസ്വരൂപൻ അങ്ങ് തന്നെ ആകയാൽ പുരുഷോത്തമൻ എന്ന ശബ്ദം അങ്ങയ്ക്കു തന്നെയേ പറ്റുകയുള്ളൂ. 10 ശ്ലോകം. ത്വത്തപ്പുമാൻ സമതിഗമ്യയയാ സ്വവീര്യം ദത്തേ മഹാന്തമിവ ഗർഭമഭോഗവീര്യഃ സോയം തയാനുഗത ആത്മന ആണ്ടകോശം ഹൈമം സസർജമഹിരാവരണൈരുപേദം. പുരുഷോത്തമനായ അങ്ങ് ശക്തിയുടെ ഉത്പത്തി സ്ഥാനവുമാകുന്നു. അതിനാൽ അങ്ങയിൽ നിന്ന് വിരാട് പുരുഷൻ ശക്തിയെ പ്രാപിക്കുന്നു. ആ ശക്തിയാൽ അങ്ങ് എല്ലാറ്റിനും സമർത്ഥനായി ഭവിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ ഈ ജഗത്തിൻ്റെ ബീജസ്ഥാനമായിരിക്കുന്ന മഹത്തത്വത്തെ പ്രകൃതിയിൽ ഉദ്ഭവിപ്പിക്കുന്നു. ആ മഹത്തത്വത്തിന് പുരുഷാനുഗതമായ ശക്തി സിദ്ധിക്കുന്നു. ആത്മസന്നിധാനത്തിൽ നിന്ന് ലഭിച്ച് ആ ശക്തിയാൽ 7 ആവരണങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ടത്തെ ആ മഹത്തത്വം സൃഷ്ടിച്ചു. അങ്ങയുടെ സന്നിധാന വൈഭവം സൃഷ്ടിക്കു കാരണമാകയാൽ ഇതിൻ്റെ സൃഷ്ടികർത്തൃത്വം അങ്ങയ്ക്കു തന്നെയാണ്. 11 ശ്ലോകം. തത്തസ്തുഷശ്ച ജഗതശ്ച ഭവാനദീശോ യന്മായയോത്ത ഗുണവിക്രിയയോപനീതാൻ അർദ്ധാഞ്ജുഷന്നഭിഋഷീതകപതേന ലിപ്തോ യേന്യേ സ്വതപരിഹൃതാദഭിബിഭ്യതി സ്മ. അല്ലയോ ഹൃക്ഷികപദേ, ഇന്ദ്രിയങ്ങളെ അതാതു വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സർവാന്തര്യാമിയായുള്ളവനെ, യാതൊന്നു ഹേതുവായിട്ട് അങ്ങയുടെ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന മായയിൽ നിന്ന് ഗുണങ്ങളും വികാരങ്ങളും ഇന്ദ്രിയ വ്യാപാരങ്ങളും ഭവിക്കുന്നു. ആ വിഷയങ്ങൾ അങ്ങയെ സ്പർശിക്കുന്നതേയില്ല. വാസ്തവത്തിൽ ജീവന് വിഷയങ്ങളോടുള്ള സംബന്ധം പരമാർത്ഥത്തിലില്ല. എങ്കിലും അവിദ്യായുക്തന്മാരായ ജീവന്മാർ സ്വതസംബന്ധമില്ലാത്ത ശബ്ദാദി വിഷയങ്ങളുടെ ബാധനിമിത്തം ഭയപ്പെടുന്നു. ഈ ജഗത്തിൻ്റെ നിയന്താവ് അങ്ങുതന്നെ. ചൈതന്യസ്വരൂപനായി അന്തര്യാമിയായിരിക്കുന്ന അങ്ങ് ഇന്ദ്രിയങ്ങളെ ഓരോ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. അതിനാൽ അങ്ങുതന്നെയാണ് ജഗത്പാലകൻ. 12 ശ്ലോകം. സ്മായാവലോകലവദർശിതഭാവഹാരീ ഭ്രൂമണ്ഡലപ്രഹിതസൗരതമന്ത്രശൗണ്ടൈഃ പത്ന്യസ്തു ഷോഡശസഹസ്രമനംഗബാണൈരസ്യേന്ദ്രിയം വിമതിതും കരണൈർന വിഭ്യഃ. പുഞ്ചിരിയോടുകൂടിയ കടാക്ഷലേശത്താൽ മനസ്സിലുള്ള രാഗവിശേഷത്തെ പ്രകാശിപ്പിച്ചും കൊണ്ടും മനോഹരിയായിരിക്കുന്ന പുരികക്കൊടികൾ ഇളക്കിക്കൊണ്ടും സാധാരണക്കാരുടെ മനസ്സിനെ അപഹരിക്കത്തക്ക കലകൾ കൊണ്ടും 16,000 ഭാര്യമാരാൽ പരിശ്രമിച്ചിട്ടും ഭഗവാന്റെ മനസ്സിനെ ശോഭിപ്പിക്കാൻ സമർത്ഥകളായി ഭവിച്ചില്ല. ഭഗവാന് യാതൊരു വിഷയത്തിലും ആസക്തിയില്ല. ഏതൊരു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് മന്ദഹാസാദി കാമകലകൾ സ്ത്രീകളുടെ ഹൃദയാദി അവയവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്, ആ ഭഗവാനെ മോഹിപ്പിക്കാൻ ആ ഭാവങ്ങൾ ശക്തങ്ങളല്ല. 13 ശ്ലോകം. വ്യുഭസ്തവാമൃതകഥോദവഃ സ്ത്രീലോക്യാഃ പാദാവനേജസരിതശമലാനി ഹന്തും ആനുസ്രവം ശ്രുതിഭിരംഘ്രിജമാംഗസംഗൈസ്തീർത്ഥദ്വയം ശുചിഷദസ്ത ഉപസ്പൃശന്തി. അങ്ങയുടെ അമൃതം പോലെ മധുരമുള്ള കഥകളാകുന്ന ജലത്തെ വഹിച്ചുകൊണ്ടൊഴുകുന്ന കീർത്തിയാകുന്ന നദികളും കാൽ കഴുകിയതിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗാനദിയും ഈ 3 ലോകങ്ങളിലുള്ള പ്രാണസമൂഹത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട് സമർത്ഥകളായും ആന്തരിക ശുദ്ധി ജനിപ്പിക്കുന്നതിൽ പ്രയത്നിക്കുന്നവയും ആയിരിക്കുന്നതിനാൽ ഈ 2 തീർത്ഥങ്ങളെയും വിവേകികൾ ഭക്തിശ്രദ്ധകളോടുകൂടി സേവിക്കുന്നു. അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്നുത്ഭവിച്ച വാക്കുകളാകുന്ന വേദത്തെ ഗുരുവിൻ്റെ ഉച്ചാരണത്തെ അനുസരിച്ച് പഠിക്കുന്നു. ശ്രവണേന്ദ്രിയത്താൽ അതിനെ സേവിക്കുന്നു. ശരീരസമ്പർക്കം കൊണ്ട് ഗംഗാനദികളെയും സേവിക്കുന്നു. ഈ 2 തീർത്ഥങ്ങളും ലോകത്തെ പരിശുദ്ധമാക്കി തീർക്കുന്നവയാകയാൽ അങ്ങയുടെ ലീലാമൃതവും ചരണാമൃതവും ലോകത്തിന് ശുദ്ധി വരുത്തുന്നു. ദേവന്മാരുടെ സ്തുതി അവസാനിച്ചു. ഹരി ഓം.